ഏകദേശം ഒരു 1.5 വർഷം പഴക്കമുള്ള ഒരു 10 സെന്റ് സ്ഥലത്തിനകത്ത് ഉള്ള ഒരു 1.5 വർഷം പഴക്കമുള്ള 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇവിടെ അവര് വീട് പണിതിന് ശേഷം പലരും ചോദിക്കുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം വൃക്ഷങ്ങളും തൈകളൊക്കെ നട്ടിരിക്കുന്ന വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 1.5 വർഷം പഴക്കമുള്ള ഒരു റംബൂട്ടാൻ, മാവ്, തെങ്ങ് ഇങ്ങനെയൊക്കെയുള്ള പല വ്യഞ്ജന കൃഷികൾ ഈ 10 സെന്റിനകത്തെല്ലാം പിടിപ്പിച്ചിട്ടുള്ള ഇപ്പോൾ വിദേശത്തേക്ക് ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോയത് കൊണ്ട് ഇവിടെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു NRIയുടെ വീട്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റോഡിൽ പൈകയ്ക്ക് സമീപത്താണ്. ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം അകത്തേക്ക് പോവുക എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 1.5ക്കും 2നും ഇടയ്ക്ക് കണക്കാക്കാം. അപ്പോൾ അത്രയും ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും മാർക്കറ്റുകളൊക്കെ ഈ പറയുന്ന 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക. ഈ വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്, നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ കമന്റുകളും. അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോകൾ അവതരിപ്പിക്കുവാനും കൂടുതൽ മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമന്റ്. അപ്പോൾ നമുക്ക് മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ കടന്നു പോകുന്നത് ഏകദേശം ഒരു 1.5 വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്ടിലേക്കാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, NRIs വിദേശത്തേക്ക് പോയപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്ന വീടുകൾ ചോദിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം വീടുകളിൽ ഒരു വീടാണ് ഇത്. NRIs ആണ്. അവർ വിദേശത്ത് പോയി സെറ്റിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് വിൽക്കണം എന്ന് ആഗ്രഹിച്ച് വിൽക്കാനായിട്ട് നമ്മളെ മീനച്ചിൽ ഹോംസിനെ ഏൽപ്പിച്ചിരിക്കുന്ന വീടാണ്. കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റോഡിൽ പൈകൈ ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ല വൃക്ഷലതാദികൾ അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന റംബൂട്ടാന, മാവൊക്കെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ. തെങ്ങുണ്ട്, അതുപോലെയുള്ള വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഈ ലൊക്കേഷൻ്റെ പ്രത്യേകത. വെള്ളം ഒരിക്കലും വീട്ടിൽ കയറില്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കിണർ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എല്ലാം ഇപ്പോൾ അവർ വിദേശത്തായതുകൊണ്ട് എല്ലാം കാര്യമായിട്ടങ്ങ് നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 10 സെൻറ്റ് സ്ഥലമാണ്. 1500 സ്ക്വയർ ഫീറ്റ് എന്നാണ് അവർ പറഞ്ഞത്. 1450 1500 ആയിരിക്കും സ്ക്വയർ ഫീറ്റ്. അപ്പോൾ അങ്ങനെ സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടിൻ്റെ കാർ പോർച്ച് മുറ്റവും നമ്മൾ കണ്ടു. ഇനി നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ടിൽ കയറി നമ്മൾ നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. പതിവ് പോലെ ഡോർ തുറന്ന് കയറി കഴിയുമ്പോൾ സ്വീകരണ മുറി. ഒരു ഗോവണിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഡിസൈനായിട്ട് വീഡിയോയിലൂടെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡിസൈനായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നിയേക്കാം. അതൊരു ഗോവണിയോടെ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചറുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. സ്വീകരണ മുറിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബെഡ്റൂമുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് കയറി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കർട്ടന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആൾ താമസമില്ലാത്തതിൻ്റെ ഒരു മെയിൻ്റനൻസ് കുറവ് മാത്രമേ ഉള്ളൂ. വീട് നല്ല പക്കയായിട്ട് തന്നെയുള്ള വീടാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 6 മാസമായിട്ട് അവർ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 55 ലക്ഷം രൂപയാണ് ചോദിക്കുക. നമ്മളെല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വില പറയാറുണ്ട്. ആദ്യകാലത്ത്, അതായത് ഒരു 2 വർഷം മുന്നേ ഒന്നും നമ്മളങ്ങനെ വില പറയാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോയിലൂടെയായിരുന്നു വില പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ വില പറയും. കാരണം ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് അവരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതായത് വില അറിഞ്ഞിട്ട് ഞങ്ങളുടെ ഒക്കെ പറ്റുന്ന റേറ്റ് ആണെങ്കിൽ ഞങ്ങൾ കണ്ടാൽ പോരെ വീഡിയോ എന്ന് ചോദിച്ചവരുണ്ട്.
അതൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ വില പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലെ അടിയിൽ കമൻറ്റ് നിങ്ങൾ വില പറയാതെ എന്ത് വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വില പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ തുടക്കം മുതലേ കാണാത്തത് ആണ് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു. രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. അപ്പോൾ ബെഡ്റൂമുകൾ അതിവേഗത്തിൽ തന്നെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടുപോവുകയാണ്. 3 ബെഡ്റൂം, 3ഉം അറ്റാച്ച്ഡാണ്. നല്ല തടി കൊണ്ടുള്ള കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾക്ക് പ്രവേശിക്കാം. അടുത്തെല്ലാം നല്ല വീടുകളുള്ള നല്ലൊരു മേഖലയാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുന്നേ പ്ലോട്ടുകളായി ഡെവലപ്പ് ചെയ്ത് പോയ ഒരു പ്രദേശത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ട് ഓരോരുത്തർ വാങ്ങിച്ച് അതിൽ കിണറൊക്കെ കുഴിച്ച് അവിടെയൊക്കെ വീടുകളിലൊക്കെ കുറേയധികം വീടുകളും കുറേയധികം പ്ലോട്ടുകളുമായിട്ട് നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ്. അടുത്തുള്ള സ്ഥലത്തെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് ബസ് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു 300-400 മീറ്റർ ദൂരം മാത്രമേ, ഒരു 400-500 മീറ്റർ അതിൽ കൂടുതലോട്ടും കാണില്ല. അത് അത്രയും ദൂരമേ ഉള്ളൂ. കടയുണ്ട് തൊട്ടടുത്ത്. ഈ 500 മീറ്റർ അടുത്ത് കടകളുണ്ട്, പലചരക്ക് കടകളൊക്കെ. പിന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ പല വീഡിയോയിലും പറയുന്ന പോലെ പാലാ ടൗണിനേക്കാളും വലിയൊരു മാർക്കറ്റാണ് പൈക ടൗൺ എന്ന് പറയുന്നത്. പൈക ടൗണിലേക്ക് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നല്ല തടി കൊണ്ടുള്ള കബോർഡുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 1.5 കിലോമീറ്റർ ദൂരം ഭരണങ്ങാനത്തേക്ക് പോകാം. ഒരു 3 കിലോമീറ്റർ ദൂരം ഭരണങ്ങാനം പള്ളിയിലേക്കോ ഒക്കെ പോകാവുന്നതാണ്. അമ്പലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് 1 കിലോമീറ്റർ ദൂരം പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ നമുക്ക് പാല അല്ലെങ്കിൽ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, മുണ്ടക്കയം ഇങ്ങനെയുള്ള എല്ലാ, പള്ളിക്കത്തോട്, കോട്ടയം, ഏറ്റുമാനൂർ ഇങ്ങനെയുള്ള എല്ലാ ടൗണിലേക്കും പോകാനായിട്ടുള്ള ഷോർട്ട് കട്ട് വഴികൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് നാട്ടിലേക്ക് പോകണമെങ്കിലും ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. വാസ്തുവൊക്കെ നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിച്ച് വിശ്വസിച്ച് ജീവിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു വീട്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം വരുന്നതാണ്. അപ്പം ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോസ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിദേശത്തിരിക്കുന്നവരോ സ്വദേശത്തുള്ളവരൊക്കെ ആയിക്കോട്ടെ, അവർക്കൊരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസ് വഴി അവർക്ക് പ്രയോജനപ്പെടും. നല്ല നല്ല വീടുകൾ സ്വന്തമാക്കുവാനായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.